നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വളരെ സന്തോഷം നിറഞ്ഞ വാർത്തകളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഈ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാലിൻ്റെ കുടുംബം നിമിഷപ്രിയക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ കാണണമെന്നാണ് ആ തലാലിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയാണോ? കാന്തപുരം അടക്കമുള്ള പല മത നേതാക്കളും പറഞ്ഞതിന് വിപരീതമായാണല്ലോ ഇപ്പോൾ നടക്കുന്നത് കാര്യങ്ങൾ. ഇത് നേരത്തെ നടന്ന ഒരു അഭിമുഖമാണ് BBC അറബിക്കിൽ ഇദ്ദേഹം നേരത്തെ കൊടുത്ത കഴിഞ്ഞ തിങ്കളാഴ്ച കൊടുത്ത അഭിമുഖത്തിലാണ് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത് ദൈവത്തിൻ്റെ നീതിയാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്, അതേ നടപ്പാക്കാൻ പറ്റൂ, മനുഷ്യൻ്റെ നീതിയല്ല. പൗരോഹിത്യത്തിന് സ്ഥാനമില്ല ഇസ്ലാമിൽ നിന്നാണ് പറയുന്നത്. സൂഫി വര്യന്മാർക്ക് സ്ഥാനമില്ല ഇവിടെ. കാന്തപുരത്തിനായാലും അവിടുത്തെ ഷുറായി അംഗമായിട്ടുള്ള മതപണ്ഡിതനായാലും സ്ഥാനമില്ല. ഈ തീരുമാനം എടുക്കുന്നത് ഇത് ദൈവനീതിയാണ് നടപ്പാക്കുന്നു എന്നുള്ള തീരുമാനമെടുത്തത് ഈ ഭരിക്കുന്ന. അതോടൊപ്പം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം ആഗ്രഹിക്കുന്നത് ഈ ശിക്ഷ നടപ്പിലാക്കണം. കാന്തപുരം തന്നെ അല്ല, ഈ സഹോദരൻ ഇത് TV യിൽ പറഞ്ഞതാണ്. ഇതിന് യാതൊരു വിധം അത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ആ കൊലപാതകം. അപ്പോൾ പ്രതിനിധി ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെയല്ലേ. അപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് എന്തു കാരണം കൊണ്ടായാലും ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതിനാണ് എംഫാറ്റിക്. ഇവിടെ അവരിപ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നതും ഖുർആൻ അനുസരിച്ച് വലിയൊരു കുറ്റമാണ്. ആ വ്യഭിചാരത്തിന് നിർബന്ധിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണെങ്കിൽ പോലും അവിടെയാണ് ഈ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മാപ്പ് കൊടുക്കാവുന്നൊരു കണ്ടീഷനിലല്ല. അതിനു വേണ്ടിയാണെങ്കിൽ പോലും കൊലപാതകം ചെയ്യാൻ ഇദ്ദേഹം കൊല നടത്താൻ ഇദ്ദേഹത്തിന് ഈ സ്ത്രീക്ക് അധികാരമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പേരുടെയും കാഴ്ചപ്പാട്. ഒന്ന്, മാപ്പ് കൊടുക്കാം ഇല്ല, എത്ര പണം തന്നാലും മാപ്പില്ല എന്നുള്ളൊരു തീരുമാനം. അതോടൊപ്പം തന്നെ ഈ യമൻ എന്ന് പറയുന്നത് ഭരിക്കുന്നത് ഹൗത്തികൾ മാത്രമല്ല. ഹൗത്തികൾക്ക് അവർക്ക് പിന്തുണ കിട്ടുന്നത്, അവർക്ക് അവിടുത്തെ ഒഫീഷ്യൽ ഭരണകൂടത്തെ തച്ചുടച്ച് പുറത്താക്കാൻ കഴിഞ്ഞത് അവിടുത്തെ ഗോത്രങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. ആ ഗോത്രങ്ങൾക്ക് സമിതികളുണ്ട്. ആ ഗോത്രങ്ങളുടെ സമിതികൾ തീരുമാനിക്കുന്ന തീരുമാനം മാത്രമേ ഈ കുടുംബത്തിനെടുക്കാൻ പറ്റൂ. അതാണ് അവിടുത്തെ ഇസ്ലാം മതത്തിൻ്റെ ഘടന. അങ്ങനെയാണ്, കൂട്ടായിട്ടുള്ള തീരുമാനമാണ്, ഒറ്റ കുടുംബത്തിൻ്റെ മാത്രം തീരുമാനമല്ല. പിന്നെ ഈ അവരുടെ ശിക്ഷാക്രമം അനുസരിച്ചോ ഇവിടെ അന്വേഷണവും വിചാരണയൊന്നും അല്ല, കുടുംബം എന്തു പറയുന്നു അതാണ് അതിൻ്റെ സത്യവും നീതിയും. കുടുംബം പറഞ്ഞിരിക്കുന്നു അവനെ കൊന്നു, അരങ്കൊല ചെയ്തത് നിമിഷപ്രിയയാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ബിറ്റ്വീൻ ഇല്ല. സത്യമേ പറയൂ എന്നുള്ളതാണ് അവർ, സത്യമേ പറയാവൂ എന്നുള്ളതുമാണ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന സത്യം, ആ സത്യത്തിനനുസരിച്ചുള്ള തെളിവുകൾ, അതൊന്നും ആവശ്യമില്ല. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം. അപ്പോൾ ഇവരെന്ത് ശിക്ഷ ആവശ്യപ്പെടുന്നു ആ ശിക്ഷ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. മനസ്സിലായോ? അപ്പോൾ ആ ശിക്ഷ ഇവിടെ നടപ്പാക്കിയേ പറ്റൂ. ഇവർ പറഞ്ഞാൽ അത് നടപ്പാക്കിയേ പറ്റൂ. കോടതി പ്രോസിക്യൂട്ടറൊക്കെ വേറെ പറയും, അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉപാധികൾ മാത്രമാണ്. ദൈവത്തിൻ്റെ നീതിയാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ചുള്ള നീതിയാണ്. ഖുർആൻ അനുസരിച്ചൊരു കൊലപാതകം ഇസ്ലാമിലെ ഒരാളിനോട് ചെയ്തു കഴിഞ്ഞാൽ പണ്ടത്തെ ബ്രഹ്മഹത്യ പോലെ തന്നെ ആളെ വധിച്ചിരിക്കണം. ആ നിയമമാണ് അത് പറയുന്നത്, സ്ട്രിക്റ്റായിട്ട് പറയുന്നത്. മതപണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നും ഇദ്ദേഹം വകവച്ചിട്ടില്ല. മതപണ്ഡിതന്മാർ പണ്ടും പറഞ്ഞു ഇതിൽ ഒരു ഇളവ് കൊടുക്കണം, യാതൊരു വിധത്തിലും മാപ്പ് കൊടുക്കുകയില്ല, ഇളവ് കൊടുക്കുകയില്ല എന്നുള്ളതാണ് അവിടുത്തെ ദളിതരുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും, ദളിതരല്ല അവർ മുസ്ലിങ്ങൾ, ഗോത്രവർഗ്ഗക്കാരുടെയും അതുപോലെ തന്നെ കുടുംബത്തിൽ ഒന്നടങ്കം എല്ലാവരുടെയും. അതിലിപ്പോൾ സഹോദരൻ്റെ പേര് അബ്ദുൾ ഫത്താഹ്. അബ്ദുൾ ഫത്താഹ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഗോത്രങ്ങളെല്ലാം ഞങ്ങളോടൊപ്പമാണ്, കുടുംബം ഒറ്റക്കെട്ടാണ്, മാപ്പ് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ എങ്ങനെ നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ഇന്നലത്തെ ഉദയസൂര്യനെ കൂടി, അതായത് ചൊവ്വാഴ്ചത്തെ ഉദയസൂര്യനെ കൂടി അവർക്ക് കാണാൻ പറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അത് നീട്ടിവെച്ചു എന്നുള്ളതാണ് വാർത്ത. നീട്ടിവെച്ചു എന്നുള്ളതിൻ്റെ ശരിയതാണ്. മാപ്പ് കൊടുത്തിട്ടില്ല. മാപ്പ് കൊടുത്തു എന്നൊരു വാർത്ത ആരും മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കാന്തപുരത്തിനെയൊക്കെ ശ്ലാഘിക്കുന്നു. അദ്ദേഹം ശരിയാണ്, അദ്ദേഹം ഈ മതപണ്ഡിതര് വേണ്ടി സംസാരിച്ചു. പക്ഷേ അതുകൊണ്ട് ഫലമില്ല എന്നുള്ളതാണ്. കുടുംബം സംബന്ധിച്ചെങ്കിലേ കാര്യം നടത്തും. കുടുംബത്തെ കൺവിൻസ് ചെയ്യാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്ത് കഴിഞ്ഞാൽ അതിലെല്ലാം മുകളിൽ നിൽക്കുന്ന ഒന്നാണ് അവരുടെ ഈ മതവിശ്വാസം, ഖുർആനിലുള്ള വിശ്വാസം എന്ന് പറയുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ആ പ്രതികാരദാഹികളാണ് അവിടുത്തെ ആൾക്കാർ. അതോടൊപ്പം തന്നെ സാറ് സൂചിപ്പിച്ചപ്പോഴാണ് കേരളത്തിലെ ചിലരുടെ പ്രശംസകൾ കണ്ടാൽ തോന്നും ഇപ്പോൾ ഉടൻ തന്നെ ഇതെല്ലാം റദ്ദാക്കി
നിമിഷപ്രിയത കേരളത്തിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ധാരാളമായിട്ട് പക്ഷേ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഒരു ആഗ്രഹം. വി ആർ ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഹോപ്പുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് സാധ്യത ഇനി എന്തെങ്കിലും വേറെ വഴിക്ക് കൂടി ഇവർക്കൊരു മാനസിക പരിവർത്തനം, നമ്മുടെ കാലം ഉണക്കാത്ത മുറിവുകളില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം അവരുടെ മനോഭാവത്തിൽ വന്നിട്ട് പിന്നല്ലാതെ വേറൊരു വഴി ഹൗത്തികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണമെങ്കിൽ, ഹൗത്തികൾക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ പറഞ്ഞു കഴിഞ്ഞാലേ അവർ സമ്മതിക്കും. ഇന്ത്യയുമായിട്ടൊരു ബന്ധവുമില്ല, ഒരു കുന്തവുമില്ല അവർക്ക്. കാരണം പണ്ടൊരിക്കൽ അവിടെ കൂടെ പോയ കപ്പൽ നേരെ ഹൗത്തികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യൻ നേവി ചെന്നിട്ടാണ് അവരെ തുരത്തിവിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയോട് വലിയ ബാധ്യതയൊന്നും അവർക്കില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ കർക്കശമായ സമീപനം സ്വീകരിക്കാൻ മടിക്കാത്ത ഒരു രാജ്യവും കൂടിയാണ്. തന്നെയല്ല, ഇസ്രായേലിനുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അവിടെയാണ് ഇറാന്, നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇറാൻ ഇടപെടാൻ കഴിയുന്നത്. ഇറാൻ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഇനി സമയമെടുത്ത് കഴിയുമ്പോൾ ഇറാനിപ്പോൾ കുറച്ചൊന്ന് അതിൻ്റെ സ്ഥിതിഗതികൾ, ഈ ആക്രമണത്തിൻ്റെ ആ ക്ഷീണമൊക്കെ ഒന്ന് തീർന്നു കഴിയുമ്പോൾ അതിനുള്ള സമയം ഈ വധശിക്ഷയ്ക്കും ഇപ്പോഴത്തെ ഈ അതിൽ നിന്നുള്ള നീട്ടിവെക്കലും ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇറാനെ കുറച്ചു കാലങ്ങളായി പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യൻ പൗരന്മാർക്ക് മറ്റു രാജ്യങ്ങളിൽ പ്രതിസന്ധി വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് കൃത്യമായി ഇടപെടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട്. പക്ഷെ ഈ സംഭവം വന്നപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാരണം ഇവിടെ എംബസി ഇല്ല. ഇവിടെ നമുക്ക് എംബസി ഇല്ല. ആ രാജ്യത്തെ നമ്മൾ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുമില്ല എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ നമുക്ക് നയതന്ത്രപരമായി ഇടപെടാൻ സാധ്യമല്ല. ആയിരുന്നെങ്കിൽ ജയശങ്കർ അപ്പോഴേ ഇത് സാധിച്ചേനെ. നയതന്ത്രപരമായ ഇടപെടൽ അതീവമായിട്ടുള്ള പ്രാധാന്യം അതുപോലെ പ്രാവീണ്യവുമുള്ള ഒരു മന്ത്രി കൂടിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ അദ്ദേഹത്തിന് വളരെ ശ്രമസാധ്യമായിട്ട് കഴിഞ്ഞേനെ. അങ്ങനെ പരിഹരിച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും, ഇസ്രായേലിൽ നിന്ന്, അതുപോലെ തന്നെ ഇറാനിൽ നിന്ന്, അതുപോലെ തന്നെ ഈ രൂക്ഷമായിട്ടുള്ള യുദ്ധവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധികളുമുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. ജയശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ നയതന്ത്ര സംഘത്തിന്, ഇന്ത്യയുടെ അംബാസിഡർമാരെ ഉപയോഗിച്ചുകൊണ്ട് അത് വളരെ ഫലപ്രദമായിട്ട് നിർവഹിച്ചിട്ടുള്ള ഒരാളാണത്. എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അങ്ങനെയുള്ളൊരു റാപ്പോ ഇല്ലാത്ത രാജ്യമാണ് യമൻ. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ പൗരന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാതിരിക്കുക. അങ്ങനെയുള്ള കുഴപ്പങ്ങളിലേക്ക് നമ്മൾ സ്വയം പോകാതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ അവിടെ പോകുമ്പോൾ അത് വളരെയധികം ആ കാര്യത്തിൽ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്നുള്ള സ്ഥിതിയാണ്. ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ എടുക്കുന്ന സമയം വളരെ പ്രധാനം. ഇന്നലെ ഇപ്പോൾ ശിക്ഷ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വാസ് ദി എൻഡ് ഓഫ് ദി മാറ്റർ. ഇറ്റ് വാസ് ദി എൻഡ് ഓഫ് ആൾ. പക്ഷേ ഇതിൻ്റെ അവസാന വാക്ക് കുടുംബത്തിൻ്റെ ആണല്ലോ. കുടുംബം വഴങ്ങുന്നില്ലല്ലോ. നമുക്കത് സാധ്യമാണ്. രണ്ട് തരത്തിൽ നമുക്കിത് സാധ്യമാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജയിലിൽ നിന്നായാലും ഇവരെ മോചിപ്പിച്ച് കൊണ്ടുപോകാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള നമ്മൾ ഹൗത്തികളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. അത് വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇനി നമുക്ക് ചെയ്യാവുന്നത് ഹൗത്തികളുമായിട്ട് നല്ല ബന്ധം, അത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഹൗത്തികളെന്ന് പറയുന്നത് ശരിക്കും തീവ്രവാദികൾ തന്നെയാണ്, ഭീകരവാദികൾ തന്നെയാണ്. അവരുമായിട്ട് സൗഹൃദത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ, ഉദാഹരണത്തിന് അല്ലെങ്കിൽ ന്യൂട്രലായിട്ടുള്ള രാജ്യങ്ങൾ, അങ്ങനെയുള്ള ഖത്തർ, അതുപോലെ തന്നെ ഈജിപ്റ്റ്, സിറിയ എന്നീ രാജ്യങ്ങളിലൂടെ ഇപ്പോൾ ഇത് സാധിക്കും. അതോടൊപ്പം തന്നെ ഇറാനെയും, ഇറാന് നേരെ ഇപ്പോൾ ആക്രമണം നടക്കുന്നില്ലല്ലോ. അപ്പോൾ ആ രാജ്യങ്ങളുടെയും രാഷ്ട്ര മേധാവികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശ്രമം കൂടി നടത്തി കഴിഞ്ഞാൽ ഹൗത്തികൾ വലിയ ഇത് സാധിക്കാൻ സാധിക്കും. കുടുംബം ഇപ്പോൾ സ്റ്റേണായിട്ട് നിൽക്കുകയാണ്. ഹൗത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം അയയാനുള്ള സാധ്യത മാത്രമാണ് ഇപ്പോൾ ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.